തിരിച്ചു വരുമ്പോൾ അതിൻ്റെ മുമ്പേ നിന്ന് ഈ പറയുന്ന ഞങ്ങളുടെ സഖാക്കളുടെ മുഖത്ത് നോക്കി നിങ്ങൾ വിളിച്ച ഒരു പരിഹാസ വിളിയുണ്ടല്ലോ, നിങ്ങൾ വിളിച്ചൊരു വിളിച്ചുകൂക്കലുണ്ടല്ലോ, അത് മാധ്യമങ്ങളെ കണ്ടതാണ്. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ ദൃശ്യം, ആ ദൃശ്യത്തിന് നിങ്ങളൊരു വില കൊടുക്കേണ്ടി വരും. അത് സിവിൽ സർവീസ് ആ ചിത്രം അവരുടെ നെഞ്ചിലേറ്റി. കാരണം എന്താ? ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ സമരം ജീവനക്കാരും അധ്യാപകരും എല്ലാം നെഞ്ചിലേറ്റിയ സമരമാണ്. ആ സമരം പരാജയപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് ഇരിക്കപ്പുറതിയില്ലാതെ വെപ്രാളം കൊണ്ട് ചുറ്റക്രമം കൊണ്ട് നിങ്ങൾ നടത്തുന്ന അത്തരം കോപ്രായങ്ങൾ നിങ്ങൾ അതേ രീതിയിൽ തന്നെ അവഗണിച്ചു വിടുമായിരുന്നു. ഞങ്ങൾ പ്രതികരിച്ചില്ലല്ലോ. നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി. നിങ്ങളില്ലാതെ സമരം വിജയിപ്പിച്ചപ്പോൾ നിങ്ങളുടെ ഈ സമരത്തിൻ്റെ പാരമ്പര്യമെല്ലാം എങ്ങോ പോയി മറഞ്ഞപ്പോൾ എല്ലാവരുടെ മുമ്പിലും വല്ലാതെ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ മനോനില ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിയത് കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഒന്നും വേണ്ടിയില്ല. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു പോയി. മാധ്യമങ്ങൾക്ക് ഒരു ബോധ്യമുള്ളതാണല്ലോ. പക്ഷേ പണിമുടക്കാൻ കഴിഞ്ഞു. തോൽവി അംഗീകരിക്കുക. അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ പണിമുടക്കത്തിൻ്റെ പേരിൽ അവിടെ തീർന്നു. അതിനുശേഷം ആ പണിമുടക്കത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഉയർത്തിയ സഖാക്കളെ നിങ്ങളിതിനെ വേട്ടയാടാനാണ് തീരുമാനിച്ചെങ്കിൽ ആ വേട്ടയാടൽ നിങ്ങൾ അവരെ കായികമായി കൈകാര്യം ചെയ്യാനും വനിതകളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുവാനും ആണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇക്കാലത്തെ ചരിത്രത്തെ സാക്ഷി നിർത്തി ജോയിന്റ് കൗൺസിൽ പറയുന്നു, ഈ കോട്ടയത്തിന്റെ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നു, ഇനി ഒരു വാക്കുപോലും ഒരു ജോയിന്റ് കൗൺസിലാറിന്റെ വനിതാ ശാസ്ത്ര മുമ്പിലേക്കും പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനാരൊക്കെ നിങ്ങൾ അധികാരത്തിലുണ്ടെങ്കിലും എവിടെ നിന്നൊക്കെ പ്രേരണ കിട്ടിയാലും അതിന് ജില്ലാ കളക്ടറല്ല ആരും ആയിക്കോട്ടെ, അതിനും അപ്പുറത്തേക്കുള്ളവരെ കണ്ട പ്രസ്ഥാനമാണ് ജോയിന്റ് കൗൺസിൽ. അതുകൊണ്ട് പണിമുടക്കത്തിന്റെ പരാജയപ്പെട്ട ജാള്യത നിങ്ങൾ മറക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് അറബിക്കഥയിലെ ശ്രീനിവാസനെ പോലെ ഏതെങ്കിലും മുറിക്കകത്ത് പോയി പങ്കാളിത്ത പെൻഷൻ തുലയട്ടെ എന്ന് വിളിച്ച് നിർവൃതി അടയുക. അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റൂ. പുറത്തിറങ്ങി വാട്ടുപാട്ട് പാടുക, ഇത് രണ്ടും നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ അതൊക്കെ പുറത്ത് വരുമ്പോൾ അതിനെല്ലാം കാരണക്കാരായ ജോയിന്റ് കൗൺസിലുകാരൻ്റെ ആർജവമാണ്, ഇവന്മാര് കാരണമാണ് എൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ഇത് കടല് താണ്ടിയ പ്രസ്ഥാനമാ. കൈത്തോട് താണ്ടി പ്രേരിപ്പിക്കല്ലേ. ചോരച്ചാലും നീന്തിക്കറിയ പ്രസ്ഥാനമായത്. നിങ്ങളെക്കാൾ കൂടുതലും ചെങ്കൊടി പിടിച്ച പ്രസ്ഥാനമാണ്. ഈ ചെങ്കൊടി ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി അത്തരം ഉമ്മാക്കികൾ ഭീഷണി അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നേട്ടെ. JP പറഞ്ഞതുപോലെ എന്തെങ്കിലും ചീത്തവാക്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വീടിൻ്റെ മതിലിനകത്ത് വിളിക്കുക. ഒരിക്കലും പൊതുബോധത്തിലേക്ക് കൊണ്ടുവരരുത്. ഇനി വന്നാൽ ആ വാക്കിനും നാക്കിനും ചവി വിലങ്ങിടാൻ ഇവിടെ ചങ്കൂറ്റമുള്ള പ്രസ്ഥാനം, ക്ഷമയുടെ അങ്ങേറ്റം കഴിഞ്ഞ് എന്തു വന്നാലും ക്ഷമ അങ്ങേറ്റം വരയ്ക്കുന്ന പ്രസ്ഥാനം. പക്ഷേ ഇങ്ങോട്ട് കൂടുതൽ വന്നാലുണ്ടല്ലോ, അത് എത്രത്തോളമാണെങ്കിലും അതിനുവേണ്ടി എത്രത്തോളം പോയേണ്ടി വന്നാലും അത്തരം ജീവനക്കാരെ സംരക്ഷിക്കാൻ, ആ പണിമുടക്കിയ ജീവനക്കാരെ സംരക്ഷിക്കാൻ ജോയിന്റ് കൗൺസിൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എന്നും ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യപ്പെടുത്തലാണ് ഈ പ്രതിഷേധ സമരം എന്ന് പറയുന്നത്. പിന്നെന്താ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ പറയുക, ഇത്തരം ജീവനക്കാർ ബുദ്ധിമുട്ടിലാണ്, സമരം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല, പിന്നെ സമരം ചെയ്യുന്ന നിങ്ങൾ പോവും, ഇനി എന്താ ചെയ്യുക? ഞങ്ങൾ ഒരു കാര്യം പറയുന്നു. 2016 ശേഷം പഴയ ഒരു സിനിമ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോഴും ഓർക്കുന്നു. ഭാസ്കര പട്ടേലൊരു എൻ്റെ ജീവിതം എന്ന് പറയുന്ന സക്കറിയയുടെ കഥ, ഒരു നോവല്. അത് അടൂർ ഗോപാലകൃഷ്ണൻ വിധേയൻ എന്ന പേരിൽ ഒരു ചലച്ചിത്രം അന്താരാഷ്ട്ര പുരസ്കാരങ്ങളൊക്കെ ഒരുപാട് നേടിയതാണ്. അതിനകത്ത് 2 കഥാപാത്രങ്ങളുണ്ട്, ഭാസ്കര പട്ടേലരും തൊമ്പിയും. ഭാസ്കര പട്ടേലരുടെ എല്ലാ കൊള്ളരുതായ്മയും സഹിച്ചത് അതെല്ലാം തൻ്റേത് കൂടിയാണ് എന്ന് പറഞ്ഞ് ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന തൊമ്മി എന്ന് പറയുന്ന ഒരു വിധേയനുണ്ട്. അവസാനം തൊമ്മിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ജീവിത പങ്കാളിയുടെ പേർക്കും പട്ടേലർ വന്നുപോയി. അതേ പോയപ്പോൾ ഈ തൊമ്മി പറഞ്ഞൊരു വാക്കുണ്ട്, സക്കറിയ എഴുതി വെച്ചിട്ടുണ്ട്, പട്ടേലരുടെ സെന്റിന് എന്ത് മണം, ആ മണത്തിന് എന്ത് നന്മയാണ്. അത് മൂക്കിലെ കാഞ്ഞു വലിച്ചുകൊണ്ട് പട്ടേലർ എൻ്റെ ദൈവമാണെന്ന് പറയുന്ന ആ തൊമ്മിയാകാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ ജോയിന്റ് കൗൺസിലുകാർ പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ അടിമത്തം വിധേയത്വം ഇല്ലപ്പാ. കാരണം ഈ പ്രസ്ഥാനം അങ്ങനെയാ. 972 ഡിസംബർ മാസം 15 അച്യുതമേനോനെതിരെ പണിമുടക്കം നടത്തിയ പ്രസ്ഥാനം, 95 ഓഗസ്റ്റ് 4 AK ആന്റണിക്കെതിരെ പണിമുടക്കം നടത്തിയ പ്രസ്ഥാനം, 96 നവംബർ 12 EK നായനാർക്കെതിരെ പണിമുടക്കം നടത്തിയ പ്രസ്ഥാനം. ആ പണിമുടക്കം 25 സഖാവ് പിണറായി വിജയനെതിരെയും പണിമുടക്കം നടത്തും. അതാണ് ആർജവം. ആ പണിമുടക്കം നടത്താൻ ആർജവമുള്ള പ്രസ്ഥാനത്തെ നിങ്ങൾ ഇനി മിണ്ടാതിരിക്കാൻ പറയരുത്. പിന്നെ വാഴ്ത്തുപാട്ട് എഴുതാൻ
19% കുടിശ്ശികയും 38% എങ്ങുമില്ലാത്ത അതിൻ്റെ ഒന്നും മിണ്ടാതിരിക്കുകയും ശമ്പള പരിഷ്കാരത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും 11ാം ശമ്പള പരിഷ്കാരത്തിൻ്റെ കുടിശ്ശിക 4 തെകൾക്കായി തരാമെന്ന് വാക്കാലല്ല ഇടതുപക്ഷം തന്നെ എഴുതി വെച്ച കുടിശ്ശിക ആവിയായി പോകുമ്പോഴും സറണ്ടർ പരിമിതപ്പെട്ട് നടത്തുമ്പോഴും ഞങ്ങൾക്ക് ജോയിൻറ്റ് കൗൺസിലുകാർക്ക് അദമ്യമായ ഒരു ഒത്തുടിപ്പുണ്ട്. ഒരു വാഴ്ത്തുപാട്ടിൻ്റെ 2 വരി എഴുതണമെന്ന്. പക്ഷേ ഞങ്ങളുടെ വിരൽത്തുമ്പ് ചലിക്കുന്നില്ലപ്പാ. ഞങ്ങൾ എഴുതും ഈ സിവിൽ സർവീസിലെ പാവപ്പെട്ട ജീവനക്കാരുടെ ഒരു വിലാപഗീതം. അതാണ് കണ്ണുനീര്. ഇത്തരം വാഴ്ത്തുപാട്ടുകൾ എഴുതുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു, അങ്ങ് ഞങ്ങളോട് പ്രതീക്ഷയാണ്, ഞങ്ങളെ കേൾക്കണം, അങ്ങ് എന്നും അങ്ങനെയാണ്. പക്ഷേ ജീവനക്കാരുടെ ഈ കണ്ണുനീര് കാണാതെ, അവരുടെ വിലാപങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് എത്താതെ ഒരു മറ സൃഷ്ടിച്ചിരിക്കുന്നു. ആര്? ഈ സ്തുതിപാഠകർ, ഈ ഉപദേശകർ, ഈ വാഴ്ത്തുപാട്ടുകാർ. അങ്ങ് മനസ്സിലാക്കണം, ഇവർ പറയുന്ന വാഴ്ത്തുപാട്ടിലെ നായകനല്ല കേരളത്തിലെ സാധാരണ ജീവനക്കാരുടെ മനസ്സിൽ. അത് ചില തെളിവുകളും വന്നിട്ടില്ലേ? ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം കെട്ടിയേക്കപ്പെട്ടാൽ വിധിക്കപ്പെട്ട ജീവനക്കാര്. പക്ഷേ ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോഴോ ഉണ്ടാട്ടമില്ല. അതുകൊണ്ട് വാഴ്ത്തുപാട്ട് പാടാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ട വലിയ സംഘടനക്കാരാ, നിങ്ങൾ ഇന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് പിന്തുണയായി പേനയുന്താനോ വാഴ്ത്തുപാട്ട് പാടാനോ ജോയിന്റ് കൗൺസിലിൻ്റെ ഒരു സഖാവ് പോലും ഇനി വരില്ല. മറിച്ച് ഏതൊക്കെ സമരം വന്നാലും എത്ര കേസെടുത്താലും ഞങ്ങളിവിടെ നിൽക്കുന്നത് പോലും അറിയാം. ചൊക്കട്ടിരുന്നടയിലെ കേസുണ്ട്. ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൻ്റെ കേസിലെ പ്രതിയാക്കിയ 3 പേരിവിടെ ഇരിക്കുന്നുണ്ട്. സുമോദും പിന്നെ ബിനിലും ഞാനും. അതൊക്കെ എത്രത്തോളം വന്നോട്ടെ. ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ ഇനി ഈ സിവിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടാൽ പോലും